ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലിൽ സിപിഐഎമ്മും സിപിഐയും രണ്ടു തട്ടിൽ. ഡോക്ടർ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ തുറന്നു പറച്ചിൽ കാര്യങ്ങൾ നേരെയാകാനെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഡോക്ടർ പ്രതിപക്ഷത്തിന് വടികൊടുത്തെന്ന് മന്ത്രി ജി ആർ അനിലും പറഞ്ഞു. ഹാരിസിനെ കുറ്റപ്പെടുത്തിയായിരുന്നു ദേശാഭിമാനിയിലെ ഇന്നത്തെ മുഖപ്രസംഗം. ഡോക്ടർ ഹാരിസിന്റെ വിമർശനത്തിൽ ആരോഗ്യമന്ത്രിയുടെ നിലപാടല്ല മുഖ്യമന്ത്രിക്ക്. വീണ ജോർജ് ഡോക്ടറുടെ ഉദ്ദേശത്തെ അനുകൂലിക്കുമ്പോൾ എതിർക്കുകയാണ് മുഖ്യമന്ത്രി. ഹാരിസിനെതിരാണ് സിപിഐഎം. വിമർശന ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. എന്താ കുഴപ്പം? വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തുക. ഇരിക്കുന്ന പദവിക്ക് യോജിക്കാത്ത പ്രതികരണമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മന്ത്രിമാർ പറയുന്നു. ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പലതുമുണ്ട്. ആ മാർഗങ്ങൾ അദ്ദേഹം ശ്രമിച്ചുവെന്ന് പറഞ്ഞുവെങ്കിലും അതിന് മുകളിലോട്ട് ഒരുപാട് കേന്ദ്രങ്ങളുണ്ടല്ലോ. അതിലേക്കുള്ള വഴിയാണ് കാണേണ്ടിയിരുന്നത്. ഇത് കൂടുതൽ ആരോഗ്യ മേഖലയെ മോശപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചത്. പടി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് പറയാനുള്ളത്. എന്നാൽ സിപിഐ മന്ത്രി എടുത്ത നിലപാടിനൊപ്പമല്ല സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ നേരെയാകണമെന്നുള്ള ഉദ്ദേശശുദ്ധിയായി മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. പക്ഷേ സർവീസ് ചട്ടപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ വേണം പ്രതികരിക്കാൻ, അതിനെപ്പറ്റിയെല്ലാമുള്ള വിഷയങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ആ വഴിക്ക് കാണട്ടെ. ഡോക്ടർ ഹാരിസിനെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി. ഇത് തിരുത്തലല്ല തകർക്കലാണ് എന്ന തലക്കെട്ടിലായിരുന്നു വിമർശനം. റാഹിസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.